ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ കടയിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് അവിടെ കൃഷ്ണമംഗലത്ത് കല്യാണത്തിന് വന്നിരിക്കുന്ന ശ്യാമെന്ന് പറയുന്ന ആൾ ഫോൺ വിളിച്ച് നമ്മുടെ ബാലൻ്റെ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ വന്നിരിക്കുന്നത് കണ്ടു. ബാലൻ മാന്യമായിട്ട് അദ്ദേഹത്തിനോട് തൻ്റെ വണ്ടിയാണെന്നുള്ള കാര്യം പറഞ്ഞു. അദ്ദേഹം മാന്യമായിട്ട് ഈ ഒരു ക്ഷമയും പറഞ്ഞു നമ്മുടെ ബാലനോട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് അളിയന്മാർ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ അറിയാതെ ഇരുന്നു, അപ്പോൾ സോറി പറഞ്ഞതാണെന്നൊക്കെ പറയുമ്പോൾ, നീ എന്തിനാ ശ്യാമ ഇവനോടൊക്കെ സോറി പറയുന്നത്? ഇവനൊക്കെ അസൂയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ പറയുമ്പോൾ അടുത്ത ആൾ വന്ന് എന്താടാന്ന് ചോദിക്കുന്നു. അപ്പോഴും ഇത് അസൂയാണെന്നും പറഞ്ഞ് നമ്മുടെ ബാലനെ മോശക്കാരനാക്കി സംസാരിക്കുക. അസൂയ, മുഴുത്ത അസൂയ. നമ്മുടെ വീട്ടിലെ നല്ല അടിപൊളി കല്യാണം നടക്കല്ലേ, അതിൻ്റെ അസൂയ ഇവനൊക്കെ. പിന്നെ ഇവൻ്റെ മോൻ്റെ കല്യാണമൊന്നും നടക്കുന്നില്ലല്ലോ, ചേട്ടൻ നിന്നപ്പോൾ അനിയൻ കെട്ടി, ആ ഒരു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലനെ വളരെ മോശമായ രീതിയിൽ ഇവർ രണ്ടുപേരും കൂടെ, അച്യുതനും അതുപോലെ അനന്തനും കൂടി ഇങ്ങനെ എന്താ പറയുക താഴ്ത്തി കെട്ടി സംസാരിക്കുക. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ ബാലൻ കേട്ട് നിന്നു. ബാലൻ ഇതെല്ലാം കേട്ട് നിന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതൊന്നും ഞാൻ നിരസിക്കുന്നില്ല, പക്ഷേ കല്യാണം എന്നൊക്കെ പറയുന്നത് അത് ഈശ്വര നിശ്ചയമാണ്. അത് എപ്പം നടക്കണം, ഏത് രീതിയിൽ നടക്കണമെന്ന് ഈശ്വരനാണ് തീരുമാനിക്കുന്നത്. അതിന് മനുഷ്യർക്ക് അതിൽ വലിയ റോളൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ വലിയ തത്വം പറഞ്ഞുകൊണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ വീണ്ടും നമ്മുടെ ബാലനെ കൊച്ചാക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ ശ്യാമെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു, വേണ്ട വിട്ട് കളഞ്ഞേക്ക്, എന്തായാലും ചെറിയൊരു പ്രശ്നമല്ല, അതിന് പറഞ്ഞ് പെരുപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ അത് പറഞ്ഞു മാന്യമായ രീതിയിൽ ഇവരെ വിളിച്ചുകൊണ്ട് പോകുവാണ്. നമ്മുടെ ബാലൻ എന്നിട്ട് അവിടുന്ന് നേരെ കടയിലേക്ക് പോവുകയും ചെയ്തു. ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലും ബാലന് ഭയങ്കര സങ്കടം. കടയിൽ ചെന്നു. അപ്പോൾ രാമേട്ടൻ കടയിലുണ്ട്. അപ്പം ഈ ബാലൻ്റെ മുഖത്തെ സങ്കടങ്ങളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പം രാമേട്ടൻ ചോദിച്ചു, എന്തു പറ്റി ബാല, തൻ്റെ മുഖം എന്താ വല്ലാതിരിക്കണതെന്ന്. അന്നേരം ഇന്ന് രാവിലെ സംഭവിച്ച, അല്ലെങ്കിൽ പോരുന്നതിന് തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിനോട് പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം രാമേട്ടൻ പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, അവരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. നീ പറഞ്ഞതുപോലെ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു യോഗമാണ്, അത് എങ്ങനെ നടക്കണമെന്നുള്ളത് നടക്കേണ്ട സമയത്ത് തന്നെ നടന്നോളും, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ പറയാം. എന്തായാലും ഗോമതിയും മോളും ഒക്കെ, മീനാക്ഷി മോളും ഒക്കെ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ സമാധാനിപ്പിക്കാട്ടോ. ഇതെല്ലാം കഴിഞ്ഞു, രാത്രിയായി. അവർ കടയിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഓരോരുത്തർ വരുന്നു പോകുന്നു, തിരക്കുകൾ ഇങ്ങനെ മാറി മാറി വരുന്നു. അങ്ങനെ അവരുടേതായ കാര്യങ്ങളിലെല്ലാം ഭയങ്കര സെറ്റപ്പായിട്ട് അവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അവിടെ തൊട്ടുമുറ്റത്ത് നടക്കുന്ന ഭാര്യ വീട്ടിലെ കല്യാണവും കാര്യങ്ങളും ഇതെല്ലാം കണ്ട് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ബാലൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു വിഷമം ഉണ്ടാകുമല്ലോ, ആ വിഷമം ബാലൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ബാലൻ എന്നിട്ട് പതുക്കെ ഉമ്മറത്ത് ഇറങ്ങി നിൽക്കുന്നു. ഈ സമയത്ത് മക്കൾ രണ്ടുപേരും കൂടി, അതായത് ആനന്ദും നമ്മുടെ ആകാശം കൂടെ വന്ന് അപ്പുറവും ഇപ്പുറവും നിൽക്കുക. പിന്നെ പുറകെ ധർമ്മജനും ഇറങ്ങി വന്നു. ഇവരിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർ അച്യുതനും അനന്തനും അതുപോലെ അലോകും ഇവരെല്ലാവരും കൂടി വന്ന് നിന്നിട്ട് നമ്മുടെ ബാലനെയും മക്കളെയും അപമാനിക്കുകയാണ്. കണ്ട് കൊതിച്ചോടാ, ഇതൊക്കെ നിന്നോടുള്ള പ്രതികാരമാടാന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇത് കണ്ട് അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കൊതിച്ചിട്ടൊന്നും കാര്യമില്ലടാ, യോഗം വേണം യോഗം, അതൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലനെ വളരെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുക കേട്ടോ. അങ്ങനെ ബാലനും മക്കളും അതെല്ലാം കേട്ടിങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പം അച്ഛാ ഇവിടെ നിൽക്കേണ്ട, ബാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് മക്കൾ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക. ബാലന് അകത്ത് കയറി ചെന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടെല്ലാം ഇങ്ങനെ എടുത്തൊക്കെ വെക്കുന്നു. ബാലൻ ഇങ്ങനെ മക്കൾക്ക് കൊടുക്കുന്നു. അപ്പോഴും ബാലൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേങ്ങലുണ്ട്, പക്ഷെ മക്കളുടെ മുന്നിൽ അത് കാണിക്കാൻ പറ്റത്തില്ല. ആ ഒരു വിഷമത്തോടു കൂടി തന്നെയാണെങ്കിലും ബാലൻ മക്കളുടെ കാര്യമെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നോക്കണുണ്ടേ. അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്ന സമയത്താണ് നമ്മുടെ ആകാശും അതുപോലെ മീനുവും കൂടെ ഫോണിൽ വിളിക്കുന്നത്. അങ്ങനെ ആകാശും മീനുവും കൂടെ ഫോണിൽ വിളിച്ചു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ മീനു അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു, ആകാശ് ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു. രണ്ടുപേരും കുറേ നേരം സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മീനു ആണെങ്കിൽ ആകാശിനോടൊരു പാട്ട് പാടി കൊടുക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ പാട്ട് പാടി കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ എന്താ പാടി തരാലോ എന്ന് പറഞ്ഞ് നമ്മുടെ ആകാശ് പാട്ട് പാടുക. ആകാശ് പാട്ട് പാടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ തൊട്ട് മുന്നിൽ മീനു ഉണ്ട് എന്ന് സങ്കല്പിച്ചാണ് പാടുന്നത്. അപ്പോൾ മീനുവും പറഞ്ഞു, ഞാൻ തൊട്ട് മുന്നിലുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് പാടിക്കോളാൻ. അങ്ങനെയാണ് നമ്മുടെ ആകാശ് പാടുന്നത്. എന്തായാലും നല്ല അടിപൊളി ഒരു പ്രണയഗാനമൊക്കെ പാടുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആകാശ് പാട്ടും പാടി. ആദ്യം മീനുവിനോട് സംസാരിച്ചിട്ട് പാട്ടും പാടി അനുക്കുട്ടിയുടെ അടുത്തേക്ക് വരുന്നു. അനുക്കുട്ടിയെ പിടിച്ചൊരു കറക്കൊക്കെ കറക്കി അനുക്കുട്ടിയുടെ കൂടെ കുറച്ചൊന്ന് കറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ധർമ്മനെ വന്ന് തൂത്ത് തലോടുന്നു. പിന്നെ ദേ നമ്മുടെ ആകാശിനെ ആനന്ദിനെ തൂത്ത് തലോടുന്നു. ഇങ്ങനെ കറങ്ങി വന്നപ്പോഴത്തേക്കും തൊട്ടടുത്തിരിക്കുന്ന അച്ഛനാണെന്ന് പോലും നമ്മുടെ ആകാശം മറന്നുപോയി. അച്ഛൻ്റെ കവിളിൽ, അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അച്ഛനെ ഇങ്ങനെ തലോടിക്കൊണ്ട് വന്നിട്ട് അച്ഛൻ്റെ ചുണ്ടിൽ ഒരു ഉമ്മയും കൂടെ കൊടുത്തു. ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇത് അച്ഛനാണെന്നുള്ള കാര്യം ആകാശം മനസ്സിലാക്കുന്നത്. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ആകാശം ഒറ്റ പൊട്ടിത്തെറിക്കലും മാറലും. അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കുക.
അപ്പോൾ ഇവർക്ക് ചിരി വന്നു. ദൈവമേ, ഇത്രയ്ക്ക് ധൈര്യമോ, അതും ആകാശിന്, അതും അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛന് ഉമ്മ കൊടുക്കാൻ ഇത്രയ്ക്ക് ധൈര്യം, അതും ഇവന്. ആ ഒരു ഇതിൽ ഇവരിങ്ങനെ. എന്നിട്ട് ആകാശാനെ പേടിച്ച് വരച്ചൊരു മൂലയ്ക്ക് പോയിക്കോ, അയ്യോ അച്ഛാ ക്ഷമിക്കണേ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പുറം പോയി മാറി നിൽക്കുമ്പോൾ നമ്മുടെ ബാലൻ ഇത്രയും നേരം ഉണ്ടായിരുന്ന മസിൽ പിടുത്തമൊക്കെ അങ്ങ് അയച്ച് അങ്ങനെ അങ്ങ് നിൽക്കുന്നു. ഇതേ സമയം അവരും നമ്മുടെ ആകാശിനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആകാശിന് പറ്റിയൊരു അമളിയെ, ഒന്നൊന്നര അമളിയായി പോയല്ലോ. അപ്പോൾ ആകാശനാണെങ്കിൽ പ്രതികരിക്കാനും പറ്റുന്നില്ല, അതുപോലെ അച്ഛനാണെങ്കിൽ ഇനി എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു പേടി, അങ്ങനെയൊക്കെ ആകാശം ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ മീനു വിളിച്ചിട്ട് എന്താ ആകാശം അവിടെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നടന്ന കാര്യം പറഞ്ഞു. അതേതായാലും നല്ല കാര്യമായി, അടിപൊളിയായി എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അങ്ങനെ അവരുടെ വീട്ടിലെ സങ്കടങ്ങളൊക്കെ മക്കൾ കാരണം കുറേയൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലനും മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ ബാലനും ഇങ്ങനെ ഒരു ചെറിയ ചിരിയോടുകൂടി അങ്ങനെ മക്കളുടെ ആ ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്തായാലും ദേവമംഗലത്ത് അവർ ഉള്ളുകൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിലും കൃഷ്ണമംഗലത്തുകാരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ മനസ്സിലാത്തത് കൊണ്ട് ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് പിന്നീട് ബാലനും അതുപോലെ തന്നെ നമ്മുടെ ഗോമതിയും കൂടെ ഫോണിൽ വിളിക്കുന്നു. പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അന്നേരം ഉള്ളത് ബാലനോട് വിളിച്ച് നമ്മുടെ ഗോമതിക്ക് പറയണമല്ലോ, പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്തായാലും എന്ത് കാര്യം നടന്നാലും അതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ നമ്മുടെ ഗോമതി വിളിച്ച് പറയുകയും ചെയ്തു. ആരിനെയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ഒരു ദേഷ്യക്കാരനായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ശ്യാമും അവരെല്ലാവരും കൂടെ കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും അവിടെ നമ്മുടെ ഗുരുവായൂർ അവർ അകത്ത് കയറി ചെന്നു. അതായത് നമ്മുടെ മീനുവും അതുപോലെ അമ്മയും കൂടി ഒരു റൂമിലാണ് കിടക്കുന്നത്. ഈ സമയത്ത് മീനുവും അമ്മയും കൂടി വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇരുന്ന് പറയുന്നു, ഗോമതിയും മീനുവും കൂടി. അപ്പം അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പരിചയപ്പെട്ടവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർ നല്ല ആൾക്കാരാണ്, ആ ഒരു ഇതെല്ലാം അവരെക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വീട്ടിലെ വിശേഷങ്ങൾ ഓർത്തിട്ട്, അതായത് ബാലേട്ടനും മക്കളും ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർത്തിട്ടുള്ള ആ ഒരു വല്ലായ്മയും വിഷമമൊക്കെ ആയിട്ട് നമ്മുടെ ഗോമതി ഇരിക്കുമ്പോൾ ഗോമതിയെയും പറഞ്ഞ് നല്ല പോസിറ്റീവ് ആക്കി എടുക്കാനായിട്ട് മാക്സിമം നമ്മുടെ മീനു ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ മാറുമ്പോൾ മിത്ര അവിടെ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും മിഥുൻ്റെ കൂടെ പോകും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുന്നു. മിഥുൻ ഇത് എന്തിനാണ് കൊണ്ടുപോകുന്നത്, ചതിക്കാനാണ്, ആ ഒരു ഇതിന് കൊണ്ടുപോകണമെന്നുള്ള കാര്യം നമ്മുടെ മിത്രയ്ക്ക് അറിയില്ലല്ലോ. മിത്രയാണെങ്കിൽ ആരെ വെല്ലുവിളിച്ചിട്ടാണെങ്കിലും ആരുടെ മുഖത്ത് കരി വാരി തേച്ചിട്ടാണെങ്കിലും തനിക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ താൻ പോകും എന്നുള്ള തീരുമാനത്തിൽ തന്നെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ആരുമായിട്ട് വലിയ മിംഗ്ലിങ്ങൊന്നുമില്ല, വരുന്നവരോടാണെങ്കിലും വലിയ തെളിഞ്ഞുള്ള സംസാരങ്ങളില്ല, കാര്യങ്ങളില്ലാണ്ട് മിത്രയും അവിടെ തന്നെ അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും മിത്ര ഓരോ പ്ലാനുകൾ ഇങ്ങനെ ഒരുക്കുന്നുണ്ട്. ഇവിടെ ബാലനെ കൃഷ്ണമംഗലംകാർ വെല്ലുവിളിക്കുമ്പോൾ അവരുടെ മുഖത്ത് കരി വാരി തേക്കുന്ന അല്ലെങ്കിൽ അവരുടെ തല കുനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് നമ്മുടെ മിത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും അറിയാതെ അഹങ്കാരത്തിൻ്റെ അങ്ങ് പടുകൂറ്റൻ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ആനന്ദവർമ്മയും അതുപോലെ തന്നെ നമ്മുടെ അച്യുതനും ഇങ്ങനെ അവരുടെ ആ ഒരു ഇത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നാളത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ.